ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ട്രംപ് അണ്ണ എന്ത് വിചാരിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല. പുതിയ താരിഫ് കൊണ്ടുവരുന്നു. ഇന്ന് ചൈന തിരിച്ചടിച്ചിരിക്കുന്നു. ചൈന എത്രയോ ബില്യൺ അമേരിക്കൻ ഇറക്കുമതിക്ക് ടാക്സ് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു, അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു. ആ ഒരു രീതിയിലൊക്കെയാണ് മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെ മാർക്കറ്റ് നോക്കാം. ഇവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പം ഇന്ന് മോർണിംഗ് അടിച്ചു. പക്ഷെ ഒരു 10 മണിയായപ്പോൾ തടേന്നൊരു മാർക്കറ്റ് അടിച്ചു. ഒരു 9:30 മണിയെ കഴിഞ്ഞപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് അങ്ങ് അടിച്ചു. ഈ ചൈനയുടെ ഒരു ന്യൂസ് വന്നതാണ് നമ്മളെ മാർക്കറ്റ് ഇറങ്ങാൻ കാരണം. ഹോപ്പ്ഫുള്ളി ഇന്ന് നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി. നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റിന് ഏകദേശം അടുത്ത് വന്ന് തിരിച്ച് കയറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു നിഫ്റ്റിയിൽ. എൻ്റെ ഈ ലെവൽസ് വ്യക്തമായി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആസ് എ നിഫ്റ്റി ട്രേഡർ നിങ്ങൾക്ക് ഒരു 40 പോയിന്റെങ്കിലും മിനിമം പുട്ട് ഓപ്ഷനിൽ പ്രോഫിറ്റ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ബാങ്ക് നിഫ്റ്റി ആ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് നിന്ന് കളിച്ചതല്ലാതെ ഒരു കംഫർട്ടബിൾ ആയ ഒരു മൂവ്മെന്റും ബാങ്ക് നിഫ്റ്റി തന്നിട്ടില്ല. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ വല്ല ട്രേഡ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഈ പീരീഡിൽ ട്രേഡ് നടന്നു. ഈ പീരീഡ് ട്രേഡ് നടത്തി ഏകദേശം പറഞ്ഞാൽ 10-25 പോയിന്റോളം നഷ്ടത്തിലാണ് നമ്മൾ ആ ഈ പീരീഡിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി എക്സിറ്റ് ആക്കി കളഞ്ഞത്. കാരണം മാർക്കറ്റ് മൂവ് ചെയ്തില്ല. പക്ഷെ അത് നന്നായി. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ ആ പുട്ട് ഓപ്ഷൻ എത്ര മാറി, ഏകദേശം 100 പോയിന്റ് താഴേക്ക് പോകുന്നു. അപ്പോൾ നമ്മളത് ചെറിയൊരു 25 പോയിന്റ്സോളം നഷ്ടത്തിലേക്കാണ് അത് കൊടുത്ത് മാറിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ദിവസമായിരുന്നു. ഓവറോൾ ഒരു ഗുഡ് ഡേ ആയിരുന്നു എനിക്കിന്ന് കഴിഞ്ഞു പോയത് നിഫ്റ്റി മാർക്കറ്റിൽ. സോ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് വേറെ എക്കണോമിക് കലണ്ടർ പ്രകാരം വേറെ ഒരു ഡേറ്റ ഒന്നും ഇല്ല. ഇന്ന് ചെറിയൊരു ഡേറ്റ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയൊരു ഡേറ്റയൊന്നും മാർക്കറ്റിൽ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റിൻ്റെയും അമേരിക്കൻ മാർക്കറ്റിൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ആശാൻ ഇങ്ങനെ പറയുന്നത് കാരണം നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വരും, മുകളിലോട്ട് പോകും, താഴേക്ക് വരും, മുകളിലോട്ട്, ആ ഒരു രീതിയിലൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 50,000 എന്ന് പറയാം, 49,000 നമ്മുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ 50,220, സ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ 49,981, ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്നാണ് ആശാൻ കൃത്യമായിട്ടും കളിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് ഏതാണ് ഈ ഒരു ചൊവ്വാഴ്ചത്തെ ഒരു 9:15 വന്ന ആ ഒരു ഹൈക്ക്, ആ ഭാഗത്ത് തന്നെ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൽ ബൈയിങ് വന്ന ആ ഒരു ക്യാൻഡിലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റും കിടന്ന് കളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലും. അതേപോലെ നിഫ്റ്റി ഒരു മൊമെന്റം താഴേക്ക് ഡൗൺവേർഡ് സൈഡ് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് ബിൽഡപ്പ് നടന്ന പ്രൊഫൈലാണ്. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് നടന്ന ഒരു പ്രൊഫൈലാണ് നിഫ്റ്റി. അതായത് എ പീരീഡിന്റെ സിംഗിൾസ് എന്നുണ്ട്. ഇറ്റ്സ് എ പ്യുവർലി ഒരു ഇംഗ്ലീഷ് ലെറ്റർ, ലോമൻ ലെറ്റർ അറിയാലോ, ചെറിയ ലെറ്റർ, അത് പ്രകാരം ഒരു പ്യുവർലി ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. സ്പോട്ടിന്റെ പി ഒ സി നിൽക്കുന്ന 23,442 ഭാഗത്തും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന 23,376 ഭാഗത്തോടെ നിഫ്റ്റി ക്ലോസ് ചെയ്യും. ചുരുക്കി പറഞ്ഞപ്പോൾ 23,442 നിഫ്റ്റിയുടെ പി ഒ സി. സോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യും. 23,442 നിഫ്റ്റിയുടെ പി ഒ സി. അത് ഞാൻ 43 വെച്ചിട്ടുണ്ട്, കാരണം 0.95 വന്നതുകൊണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പി ഒ സി ആയ ഒരു ഭാഗം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു പി ഒ സി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ 465 അല്ലെങ്കിൽ 500 നിഫ്റ്റിയിൽ പറയുന്നത് 23,475 മുകളിൽ മാത്രമേ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ 560 23,560 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ ഹൈ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ്ങിന്റെ ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23,568 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ഒ സിക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, ഇപ്പോൾ 23,000 നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,568 അപ്പോൾ അതിന് മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക,
നമ്മൾ സാധാരണ ഈ പി ഒ സിക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇവഞ്ച്വലി ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. അതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഞാനത് നോക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് 23,568ഉം പി ഒ സി 23,443. ഇനി ബെയറിഷ് റെഫറൻസ് നോക്കണമല്ലോ. എന്നെ സംബന്ധിച്ച് 23,300, അതായത് 23,300 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിന് കൊടുക്കുള്ളൂ. സ്പോട്ടിൽ 23,300 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷുമായി ബെയറിഷുമായി. ഇനി നോക്കേണ്ട മുകളിൽ ലെവലുള്ള ടാർഗറ്റ് നോക്കണമല്ലോ. ഇനി 23,568 പൊട്ടുകയാണെങ്കിൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 23,500 600 അല്ല 23,618 23,618 പോവാം. അതാണ് R1. അത് വ്യക്തമായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു, 23,618. സോ അതിന് മുകളിൽ അടുത്ത എന്താണ്, R2 ഉണ്ട്. R2 എന്ന് പറയുമ്പോൾ 23,696. കഴിഞ്ഞ ആഴ്ചത്തെ ഹൈ, വെള്ളിയാഴ്ചത്തെ ഹൈ 23,696. അതാണ് R2. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ നിൽക്കി പോകണമെങ്കിൽ ഇതിന് മുകളിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു മൊമെന്റം പ്രതീക്ഷിക്കാവുള്ളൂ. നമുക്ക് താഴേക്ക് വരണം. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,300 പൊട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെൽ ഓഫ് ഉള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആശാൻ എവിടം വരെ വരാം, ഈ ഫസ്റ്റ് വരുന്നത് ഈ പി ഒ സി 23,232 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് വരാം. 23,232 ഇതാണ് ആ S1. S1 എന്ന് പറയുമ്പോൾ 23,232 ഇതിന്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അതായല്ലോ. ഇനി നമുക്ക് നോക്കേണ്ട S2 എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്തത് 23,139 എന്ന് പറഞ്ഞ ഈ ഭാഗം 23,139 എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് സോണിന്റെ ഭാഗത്തേക്കും വരും. ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള S1 S2. ഇതിനപ്പുറത്തേക്കുള്ള മൊമെന്റം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഈ വരുന്ന ബുധനാഴ്ച ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതിന് ശേഷം മാത്രമേ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഞാൻ S1ഉം S2ഉം R1ഉം R2ഉം മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ ബെയറിഷ് ആൻഡ് ബുള്ളിഷിനകത്ത് ഒരു ബാലൻസിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പർ സൈഡിലുള്ള കോളം വിൽക്കാം, ലോവർ സൈഡിലുള്ള പുട്ടും വിറ്റ് ആ പ്രീമിയം ഈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഒരു ആശാൻ അങ്ങനെ ഒരു വലിയൊരു മൂവ്മെന്റ് ഒന്നും ആശാൻ തന്നിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഈ ഒരു റേഞ്ച് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ പി ഒ സിയുടെ മോളിൻ്റെ ചൊവ്വാഴ്ചത്തെ പി ഒ സി, ഈ ഒരു പി ഒ സിയുടെ ആ ഭാഗത്ത് തന്നെയാണ് അവൻ കിടന്ന് കളിക്കുന്നത്. അവന് വലിയ രീതിയിലുള്ള സെല്ലിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ബൈ എന്ന് പറയുമ്പോൾ ഈ 50,250 എന്ന പി ഒ സിക്ക് മുകളിൽ മാത്രമേ ഞാൻ ബൈ. ഇന്നത്തെ പി ഒ സി നിൽക്കുന്നത് 49,925. അപ്പോൾ ഞാനത് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി മാർക്ക് ചെയ്യാം. 49,925 നമ്മുടെ പി ഒ സി. 49,925 ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. 49,925 നമ്മളെ പി ഒ സി. ആ പി ഒ സി ഞാൻ മാർക്ക് ചെയ്തു. ആ ഭാഗത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? പി ഒ സിയുടെ മുകളിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ ഈ പി ഒ സി ആണേ. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സിയെ 50,250 മുകളിൽ മാത്രമേ നിങ്ങൾ സ്പോട്ടിൽ ഒരു ബൈയെ കുറിച്ച് 50,250 മുകളിൽ മാത്രമേ സ്പോട്ടിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏതാണ് ഈ ഒരു 49,850 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് ആണ്. ആ 49,850 അല്ലെങ്കിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ 49,780. ഇന്നത്തെ ലോഡ് കുറച്ചും കൂടെ ഞാൻ പാട്ടാടി. 49,780 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 49,780 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 49,780 ഞാൻ എൻ്റെ ബെയറിഷ് റെഫറൻസ് ആയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു ലെവൽ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. അപ്പം ബുള്ളിഷ് റെഫറൻസ് 50,250, ബെയറിഷ് റെഫറൻസ് 49,780 എന്നെ സംബന്ധിച്ചുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് 50,250 മുകളിൽ പോയാൽ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 50,450. എത്രയാണ്? 50,450. ആ ഭാഗത്ത് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. 50,450 എന്നെ സംബന്ധിച്ചുള്ള R1. എത്രയാണ്? R1 എന്ന് പറയുമ്പോൾ 50,450. അത് ചെറിയൊരു റെസിസ്റ്റൻസ് സോണാണ്. ആ ഭാഗം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മുകളിൽ നീക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ ആയ
50,652 50,652 50 R2 എന്ന് പറയുമ്പോൾ 50,652 ഭാഗത്തേക്കും പോവാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നത്. 50,250 എന്ന ബെയറിഷ് റെഫറൻസ്, അതിന് മുകളിൽ 50,450, 50,652. അതല്ല 49,925 POCക്ക് താഴെ നമ്മളെ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്തത് 49,780. ഇനി 49,780 പൊട്ടി എവിടെ പോകും നോക്കുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് 49,467, 49,467 ഫസ്റ്റ് 467 ഭാഗത്തേക്ക് വരാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള S1. അതാണ് കൃത്യമായി ഞാൻ S1 എന്ന് മാർക്ക് ചെയ്തു. 780 താഴേക്ക് ഷടേന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ ഈ POC ആയ 49,138 ഭാഗത്തേക്കും വരാം. 49,000 S2 എന്ന് പറയുമ്പോൾ 49,130. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു ഡിപ്പ് 49,780 താഴെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 49,467 പൊട്ടാം. അതിന് താഴെ 49,000 എത്രയാണ് 138 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് ഒരു മൊമെന്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 49,532 ഈ സപ്പോർട്ട്. ഒന്ന് ഞാൻ മാറ്റി. 49,532 ഈ ഒരു S1. അതിന് മുകളിൽ S2 ചെറുതായിട്ടൊരു ഉണ്ട് 49,138. പക്ഷെ അതിന് ചെറിയൊരു POC ഈ ഭാഗത്ത് 49,350 ഭാഗത്ത് ചെറിയൊരു POC സപ്പോർട്ട് ഉണ്ട്. 49,350 ഭാഗത്ത് ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ മാർക്ക് ചെയ്തു. 49,350 ഭാഗത്തേക്ക് ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് എത്രയാണ് S2, ഇത് S3 ആക്കി ഞാൻ മാറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ 49,780 പൊട്ടുകയാണെങ്കിൽ സടപടപടേന്ന് താഴേക്ക് വന്ന് 49,532, 49,350, 49,130 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് ആ ലോ പൊട്ടുകയാണെങ്കിൽ അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും കൂടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ലൈവ് ട്രേഡിങ്ങിന്റെ നമുക്കിവിടെ ഒരു ട്രേഡേഴ്സിന്റെ ഫ്ലോർ ഇവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ട്രിവാൻഡ്രംകാരനാണോ, നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവരാണോ, നിങ്ങൾ ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഫ്ലോറിലേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. ലോസ് ആണെങ്കിലും ലോസ് മാക്സിമം അവോയ്ഡ് ചെയ്യാനും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിന്റെ കൂടെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. സോ DM മൈ നമ്പർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം ചിലപ്പം കൂടുന്നു, ചിലപ്പം കുറയുന്നു. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. എനിക്ക് നമ്മുടെ ഫാൻസി ആയിട്ടുള്ള പല കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഹൗ ഐ മെയ്ഡ് 1 lakh ഫ്രം 10,000 അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ ദയവായി എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.